മാബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം. പുറത്തൂരിൽ ലഹരി മാഫിയ ആക്രമണം നടത്തിയത് 5 വീടുകൾക്ക് നേരെ. 5 ബൈക്കും 3 കാറുകളും തകർത്തു. 3 അംഗ സംഘത്തിന്റെ അക്രമത്തിൽ 3 പേർക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച പുലർച്ചെയോടെയായിരുന്നു പുറത്തൂർ ചിറക്കലങ്ങാടിയിൽ മാരകായുധങ്ങളുമായി ലഹരി മാഫിയ സംഘം ആക്രമണം നടത്തിയത്. ലഹരി മാഫിയ സംഘത്തിന്റെ ഭീഷണി മൂലം പരാതിപ്പെടാൻ പോലും ഭയക്കുകയാണെന്നും ഇക്കൂട്ടർക്ക് വലിയ സ്വാധീനമാണുള്ളതെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ആക്രമണം നടന്ന വീടുകൾ VS ജോയ് MLA സന്ദർശിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെ 1:30 ശേഷമാണ് 3 അംഗ സംഘത്തിന്റെ ആക്രമണം നടന്നത്. അതിന്ന് നാളെ പേരെ കംപ്ലീറ്റ് താമർത്തണം. എന്റെ പേരടക്കം വിളിക്കും വന്നി നാളെ നാളെ നേരം വിളിക്കട്ടെ. രാവിലെ ആൺകുട്ടിയാണെങ്കിൽ തന്റെ എം ഡി എം അടിച്ചിട്ടല്ലേ വരല്ലേ ആൺകുട്ടിയായിട്ട് രാവിലെ പട്ട പകര്. പുറത്തൂർ ചിറക്കലങ്ങാടി പുളിക്കൽ കുഞ്ഞുമുഹമ്മദ്, മക്കളായ റസാഖ്, അസറു, സമീപവാസികളായ വാരിജാക്ഷൻ, സുമേഷ് എന്നിവരുടെ വീടുകൾക്ക് നേരെയാണ് ലഹരി സംഘത്തിന്റെ ആക്രമണം നടന്നത്. 5 ബൈക്കുകളും 3 കാറുകളുമാണ് സംഘം തകർത്തത്. അക്രമത്തിൽ 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പുലർച്ചെ ഫുട്ബോൾ കളി കാണുന്ന ക്ലബിന്റെ സമീപം വെച്ചാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. പിന്നീട് അക്രമി സംഘം വീടുകളിലേക്ക് എത്തി അക്രമം അഴിച്ചുവിടുകയായിരുന്നുവെന്ന് വീട്ടുകാർ പറഞ്ഞു. പാർട്ടി ഓഫീസിൽ നിന്ന് അടിച്ചത് ഒരു പന്തകളിൻ്റെ അതിലാണ്. അങ്ങനെ അതറിഞ്ഞിട്ടാണ് ഞാൻ അപ്പുറത്ത് വീട്ടിൽ വന്നത്. ഇവരിവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്ന് ഞാൻ അവിടെ വരുമ്പോൾ തന്നെ എൻ്റെ വണ്ടിൻ്റെ അടുത്ത് ഒപ്പം ഓടി വന്ന് ഞാൻ ഇവിടെ വണ്ടിയോടെ കൊടുത്ത് ഇവിടെ വീട്ടിലേക്ക് കയറി ഗ്രില്ല് പൂട്ടാനായിട്ടില്ല. അപ്പോൾ ഇവർ അടിക്കലും ഇത് ജയിച്ചു. പിന്നെ വണ്ടികളൊക്കെ കംപ്ലീറ്റ് അടിച്ച് പൊളിച്ച് 2 ബുള്ളറ്റും കംപ്ലീറ്റ് തമർത്തു. ഇവരെ 2 വീട്ടിലും പോയിട്ട് ചില്ല് പൊട്ടിച്ച് ജനാല ഡോറൊക്കെ അടിച്ച് പൊളിച്ച്. വലിയ ഭീഷണിയാണ് ഈ സംഘത്തിൽ നിന്നും ഉണ്ടാവുന്നതെന്നും ലഹരി മാഫിയക്കെതിരെ പരാതിപ്പെടാൻ പോലും ഭയക്കുകയാണെന്നും ഇവരെ പുറത്തിറക്കരുതെന്നും വീട്ടുകാർ പറഞ്ഞു. എന്ത് ചെയ്യണം, നമുക്കിപ്പോ ചോദിക്കാനൊന്നുമില്ല. എന്താ ചെയ്യേണ്ടത്? നമ്മൾ അവരെ അറസ്റ്റ് ചെയ്യാറ്, വെറുതെ അറസ്റ്റ് ചെയ്താൽ പോരാ, കാപ്പ ചുമത്ത പുറത്ത് വിടാൻ പാടില്ല. കാരണം ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ അവനെ ഇതിന്റെ മുന്നേ ഒരുപാട് തവണ അറസ്റ്റ് ചെയ്തതാണ്. അറസ്റ്റ് ചെയ്താലും അവനെ ഒരു നിസ്സാരമായിട്ട് അവൻ പുറത്ത് വരും. അത്രയും സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇത്. ഞങ്ങളെ വീടിന്റെ തൊട്ട് പുറകിൽ വെച്ചിട്ടാണ് അവൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നതും മയക്കുമരുന്നും മറ്റു സംഭവങ്ങളും ഉപയോഗിക്കുന്നതും വിൽക്കുന്നതും വാങ്ങുന്നതും എല്ലാം ഞാൻ ലൈവായിട്ട് കാണുന്നതാണ്. അപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കാൻ നമുക്ക് നാട്ടുകാരൊരു കൂട്ടായ്മ വേണം. കാരണം പേടിയാണ്, എല്ലാവർക്കും പേടിയാണ്. മാരകായുധങ്ങളുമായാണ് സംഘം ആക്രമണം നടത്തിയത്. VS ജോയ് MLA സംഭവസ്ഥലം സന്ദർശിച്ചു. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാലങ്ങളായി വലിയ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നേതൃത്വം നൽകുന്ന ഒരു സംഘമാണ് ഇതിന്റെ പുറകിലുള്ളത്. ലഹരി മാഫിയ സംഘത്തിന്റെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ആളുകളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ക്ലബില് ഫുട്ബോൾ കളി കാണുന്നതുമായി ബന്ധപ്പെട്ട് അവിടെയും അക്രമം അഴിച്ചുവിട്ടു, വീട് കയറി അക്രമം അഴിച്ചുവിട്ടു. നിരന്തരം ഇത്തരത്തിലുള്ള ലഹരി മാഫിയ സംഘത്തിന്റെ പ്രവർത്തനം ഈ പ്രദേശത്തുണ്ട് എന്നുള്ള വ്യാപകമായ പരാതിയുണ്ട്. കാപ്പ കേസിൽ ഉൾപ്പെടെ പ്രതികളായിട്ടുള്ള ആളുകൾ ഇതിന്റെ പിന്നിലുണ്ട്. ഇതിനെ സംബന്ധിച്ച് വളരെ ഗൗരവതരമായ അന്വേഷണം നടക്കണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്.